Hello friends, welcome to the channel. 𝙑𝙞𝙙𝙚 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു വീഡിയോ ലൈറ്റ് ആണ്. ഫോട്ടോഗ്രാഫി ലൈറ്റ് നോക്കുകയാണെങ്കിൽ പറയാം. ആക്ച്വലി നമ്മൾ ഓർഡർ ചെയ്തത് ആമസോണിൽ നിന്നായിരുന്നു. എലിയോസ് എന്നൊരു ബ്രാൻഡിൻ്റെ എലിയോസ് എന്ന് തന്നെയല്ലേ കറക്റ്റ്, അതുപോലെയാണ് ഓൾമോസ്റ്റ് അങ്ങനത്തെ ഒരു പേരാണ്. ഇവരുടെ ഒരു LED ഒരു എന്താ പറയുക ഒരു 11 ഇഞ്ചിൻ്റെ ഒരു LED ഒരു ബോർഡ് പോലത്തെ ഒരു ലൈറ്റാണ്. അപ്പോൾ അതിൻ്റെ ബോക്സാണത്. പക്ഷേ വന്നൊക്കെ എന്തെങ്കിലും അവരുടെ ബ്രാൻഡ് നെയിമും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് സംഭവം ചൈനയിൽ നിന്ന് ഇറക്കിയിട്ട് അവരുടെ ബ്രാൻഡ് വെച്ചിട്ട് ഇറക്കുന്നതാണ്. പക്ഷേ ബ്രാൻഡ് നെയിം പോലും ഇവർ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നോർമലി നമുക്ക് ആക്ച്വലി ഗിഫ്റ്റ് മാക്സ് എന്നൊരു ഇതേ സംഭവം സെയിം സാധനം നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അതിന് 1990 സംതിങ് ആണ്. നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2495 സംതിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മറ്റേ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ മതി ഗിഫ്റ്റ് മാക്സിൻ്റെ. ഞാൻ എന്തായാലും ഇത് ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് സെയിം ആണ്. ഇതിൻ്റെ ബ്രാൻഡിങ് പോലും ഉണ്ട്. പക്ഷേ അവൻ്റെ പടത്തിൽ അവർ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതല്ല വന്നേക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ 11 ഇഞ്ചിൻ്റെ പ്രോഡാണ് വരുന്നത്. നമുക്ക് റിമോട്ട് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരെണ്ണത്തിന് 2495 സംതിങ് ആണ് വരുന്നത്. നമുക്കിതിൽ ചെറിയൊരു ട്രൈപോഡും കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം നമുക്ക് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, നമുക്ക് ഇതിൻ്റെ ലൈറ്റ് എങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൽ ആക്ച്വലി ബോർഡ് പരിചയപ്പെടാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ക്യാമറ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മോഡൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ 8K ലൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ LED 𝙤𝙤𝙬𝙗+ ന്യൂ എന്ന് പറഞ്ഞാൽ LEDൻ്റെ ഏത് ടൈപ്പ് LED എന്ന് കൊടുത്തിരുന്നത്. അപ്ഗ്രേഡ് 11 ഇഞ്ചിൻ്റെ ആണ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോങ് സർവീസ് ലൈഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹൈ ബ്രൈറ്റ്നസ്, ന്യൂ ഡിസൈൻ, ഹൈ ക്വാളിറ്റി ആഫ്റ്റർ സെയിൽ സർവീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പരിചയപ്പെട്ട് നോക്കാം. ഇതിൽ ബ്രാൻഡ് ഇപ്പോൾ എന്താ വെച്ചാൽ പ്രൈസും കാര്യങ്ങളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഫുൾ ചൈനീസാണ് ചൈനീസ് പോയി. ഇതിൽ നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്ക് ലൈറ്റ് അപ്ലിക്കബിലിറ്റി എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. ലൈവ് സ്ട്രീം, ജ്വല്ലറി ഫോട്ടോഗ്രാഫി, ക്ലോത്തിങ് ഫോട്ടോഗ്രാഫി, ഫുഡ് ഫ്രൂട്ട് ഫോട്ടോഗ്രാഫി, സ്റ്റിൽ ലൈഫ് ഫോട്ടോഗ്രാഫി, ടാറ്റു ലൈറ്റിംഗ്, മേക്കപ്പ് ആൻഡ് ബ്യൂട്ടി, പോർട്രേറ്റ്, സ്റ്റുഡിയോ, പ്രിൻറ്റിങ്, കളർമെട്രി ആൻഡ് സോ ഓൺ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുമ്പ് ചാനൽ പുതിയൊന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. ആമസോണിൻ്റെ സ്റ്റോറി ലിങ്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട്. ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ പേജ് ആമസോണിൽ തുടങ്ങിയെന്നാണ്, എല്ലാത്തിനും ടോപ്പ് 5 കാറ്റഗറി ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പെട്ടെന്ന് പോകാൻ സുഖമായിരിക്കും. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗീവ് വീഡിയോ പങ്കെടുക്കാനും മറക്കണ്ട. നമ്മളൊരു റിയൽമിയുടെ ബഡ്സ് Air 3 കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ OnePlusൻ്റെ ബുള്ളറ്റ് ആയിട്ടുള്ള OnePlusൻ്റെ ബുള്ളറ്റ് 2C Z2 മോഡൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി എപ്പോഴും നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കിപ്പോയി. കുറേ പേര് പറയുന്നുണ്ട് നമുക്കിത് മാറ്റാനും പറ്റുന്നില്ല. ഞാൻ ഇത് അടച്ചു വെച്ചാലെന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പോൾ ലെൻസ് വയ്ക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇതൊരു മെയിൻ പ്രശ്നമാണ്. പിന്നെ പോരാ തന്നെ എനിക്ക് അത്യാവശ്യം ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ചെറിയ സൗണ്ട് ഡിഫറൻസ് ഒക്കെ തോന്നുന്നതായിരിക്കും ചിലപ്പോൾ. ഒന്ന് ക്ഷമിക്കട്ടെ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ പാക്കേജിങ് വന്നേക്കുന്നത് ഞാൻ എന്തായാലും അടുത്ത് കാണിക്കാത്തത് നമുക്കിത് അങ്ങനെ കാണിക്കാനുള്ളതൊന്നുമില്ല. ബോക്സ് നമുക്ക് കാര്യമായിട്ട് മെയിനായിട്ടൊന്നും ഇല്ല. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്താൽ നമുക്കൊരു ക്യാമറ ലൈറ്റ് യൂസർ മാനുവലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് യൂസർ മാനുവലൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഒരു യൂണിവേഴ്സൽ ലൈറ്റാണുള്ളത്, ബ്രാൻഡഡ് ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ് നമുക്ക് കാണുന്നത്. ഇത് നമുക്ക് ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്കൊരു ചെറിയൊരു ട്രൈപോഡ്, ഒരു കുട്ടി ട്രൈപോഡ് കിട്ടുന്നുണ്ട്. ചെറിയ ട്രൈപോഡ് നല്ല തന്നെയാണ്. പിന്നെ നമുക്കൊരു റിമോട്ട് കിട്ടുന്നുണ്ട്. ഞാനത് എന്തായാലും റിമോട്ട് കാണിച്ചു തരാം. പിന്നെ നമുക്കൊരു ഹെഡ് കിട്ടുന്നുണ്ട്, റൊട്ടേറ്റബിൾ ഹെഡ്. പിന്നെ നമുക്ക് മെയിൻ നമ്മുടെ ലൈറ്റ്, ഇങ്ങനത്തെ ഒരു ലൈറ്റാണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ലൈറ്റ് തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് എന്തായാലും ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റാണ്. നമുക്ക് അത്യാവശ്യം വയർ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഒരു സ്വിച്ചും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഊരാം. ഇതൊക്കെ ഒന്ന് ഊരിയിട്ട് നമുക്ക് ഇതിൻ്റെ ലൈറ്റ് പെർഫോമൻസ് എങ്ങനെയിട്ട് നോക്കി നോക്കാം. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് കൊണ്ടുവെടുക്കാനൊക്കെ സുഖമായിരിക്കും എന്തായാലും. നമ്മളത് കണ്ടപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചത്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ 50 വാട്ടിൻ്റെ 2 ബൾബ് LED ബൾബ് വെച്ചിട്ടാണ്. അതും അംബർല വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ എത്ര ലൈറ്റ് ഉണ്ടോ, ഇത് ആക്ച്വലി 2 സെറ്റായിട്ടുള്ള നമുക്ക് അവരുടെ മോഡലുണ്ട്. 2 സെറ്റ് എന്ന് വെച്ചാൽ ട്രൈപോഡ് അടക്കം 2 സെറ്റായിട്ടുള്ള മോഡൽ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നോർമൽ ലൈറ്റ് മെയിൻ ലൈറ്റായിട്ട് വെക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ലൈറ്റ് വെച്ച് നോക്കി നോക്കാം. ഇത് കിട്ടുന്നില്ല. ഓക്കെ, അത് കിട്ടി. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. ഇത് വയർ ലെങ്ത് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഒരു 1.5 മീറ്റർ 2 മീറ്ററിൻ്റെ അടുത്തുണ്ടായിരിക്കും. അപ്പോൾ ഞാനിതിവിടെ കുത്താണ്. ഇത് കുത്തി ഇത് നമുക്ക് ട്രൈപോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രൈപോഡ് ഇവിടെ വെച്ച് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ട്രൈപോഡാണ്. അത് എന്താ ഒരു ടേപ്പ് പൊടിച്ച് തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് യൂസ്ഡാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്, പാക്കേജിങ് കണ്ടിട്ട്. എന്നുവെച്ചാൽ റിമോട്ടിലൊക്കെ ഓൾറെഡി ബാറ്ററി ഇട്ടിട്ടുണ്ട്.
ബാറ്ററി പക്ഷേ ബോക്സിലുണ്ടായിരുന്നു കേട്ടോ, അത് നല്ല കാര്യമാണ്. 2 AAA ബാറ്ററിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നമുക്ക് ചെറിയ ട്രൈപോഡ് വരുന്നുണ്ട്. നമുക്കിത് ആക്ച്വലി ഇതിൻ്റെ ഈ മോൾ സൈഡിലും നമുക്ക് ഇതൊരു കണക്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ട്, ഈ സൈഡിലുണ്ട്. അപ്പോൾ ഇങ്ങനെയും വെക്കാം, ഇങ്ങനെയും വെക്കാം, അതുകൊണ്ട് നല്ല കാര്യമാണ്. പിന്നെ ബാക്ക് സൈഡിൽ പറഞ്ഞാൽ എയർ വെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഞാൻ എന്തായാലും അടുത്ത് കാണിച്ചു തരാം. ക്യാമറയിൽ എഴുതിയിട്ടുണ്ട് ഇൻപുട്ട് 1 അത് നമ്മൾ നോർമൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് വാട്ടേജ് ഒന്നും അവർ കൊടുത്തിട്ടില്ല, മെയ്ഡ് ഇൻ ചൈന എന്നും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇങ്ങനെ വെക്കാം. ഇതാ ഞാൻ ഇങ്ങനെ വെച്ചു. ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ഭയങ്കര, അത് കാരണം നമുക്ക് എവിടെ വേണമെങ്കിൽ വെക്കാം, അങ്ങനെ ഗുണമുണ്ട്. ഞാനത് വെച്ചു, ഓണാക്കി. ഇതാ നിങ്ങൾക്കൊരു ലൈറ്റിൻ്റെ ഡിഫറൻസ് ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. ഞാൻ എന്തായാലും ഇങ്ങനെ വെക്കാം. അപ്പോൾ നമ്മൾ റിമോട്ട് കാണിച്ചു തരാം ഞാൻ. ഇതാണ് റിമോട്ട് വരുന്നത്. ഇതിൽ നമുക്ക് ആക്ച്വലി ഒരു പവർ ഓൺ ഉണ്ട്, നൈറ്റ് ലൈറ്റിൻ്റെ ഉണ്ട്, റൊട്ടേഷൻ. നമുക്കിത് എന്താ പറയുക, നമ്മുടെ ബ്രൈറ്റ്നസ് കുറയ്ക്കാണ്. ഞാൻ ബ്രൈറ്റ്നസ് കുറയ്ക്കാം, ബ്രൈറ്റ്നസ് കുറച്ച് കാണിച്ചു തരാം. ഞാനത് ബ്രൈറ്റ്നസ് കുറയ്ക്കുകയാണ്. എന്താ ബ്രൈറ്റ്നസ് കുറഞ്ഞ് ഇതാണ് ഏറ്റവും ലോ ബ്രൈറ്റ്നസ് കേട്ടോ. നിങ്ങൾക്ക് ചെറുതായിട്ടൂടെ കത്തുന്നത് കാണാമായിരിക്കും. പിന്നെ ഒരു ഓക്സിലറിയുടെ ഒരു ബട്ടണുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ എന്താ പറയുക കളർ കൺട്രോൾ ചെയ്യാനുള്ളത് ഇതുണ്ട്, വാം കളറ്, കൂൾ ലൈറ്റ്, അങ്ങനത്തെ 2 കളർ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണ് റിമോട്ടിലുള്ളത്. കറക്റ്റ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഞാൻ നമ്മുടെ മെയിൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാം. മെയിൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ മെയിൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ ഈ സംഭവം മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ആക്ച്വലി ഫുൾ ബ്രൈറ്റ്നസ്സിൽ വെക്കാട്ടെ. അപ്പോൾ നല്ല ഡാർക്ക് അല്ല, നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഇത് നമുക്ക് ആക്ച്വലി വാം കളറാണ്. വേണമെങ്കിൽ താഴ്ന്നൊക്കെ ഒരു വെറൈറ്റി ലുക്കൊക്കെ ആക്കാൻ വേണമെങ്കിൽ. ഇത് ശരിക്കും മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലൈറ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ വാമാക്കാം, അത് വാമല്ല കൂളാക്കാം. എന്താ നമ്മളിപ്പോൾ കൂളാക്കിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 50 വാട്ടിൻ്റെ പവറൊന്നും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു 20 വാട്ട് 30 വാട്ടിൻ്റെ പവർ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട് കേട്ടോ. 2 എണ്ണമായിട്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഇല്ലാണ്ട് വർക്കാവാൻ പറ്റും തോന്നുന്നു. എന്തായാലും നമ്മുടെ നമ്മുടെ LED ബൾബിൻ്റെ 50 വാട്ടിൻ്റെ ഒരു പവറൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബൾബിൻ്റെ ഒരു പെർഫോമൻസ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കുറഞ്ഞ മോഡലിൻ്റെ അത് കൊടുക്കാം. എന്താ വെച്ചാൽ ഈ എലിയോസ് എന്ന ബ്രാൻഡ് കൊടുക്കുന്നതും അതും സെയിം ആണ്. വെറുതെ ഒരു ബ്രാൻഡ് പേരിൻ്റെ ഒരു 500 എക്സ്ട്രാ വാങ്ങിക്കുകയാണ്. അപ്പോൾ ഗിഫ്റ്റ് മാക്സ് ഒരു 1900 രൂപയ്ക്ക് നമുക്കിത് കിട്ടുന്നുണ്ട് സെയിം സാധനം. അപ്പോൾ അത് വാങ്ങിച്ചാൽ മതിയിട്ടാണ്. 2 11 ഇഞ്ചിൻ്റെ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഈ റിമോട്ടും. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അത് ഫോളോ ചെയ്യാനും മറക്കണ്ട. പിന്നെ അതുപോലെ ഗീവ് വീഡിയോ പങ്കെടുക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.